ശനിയാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മുണ്ടക്കയം പുലിക്കുന്ന് മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം വീണ് 2 വീടുകൾ തകർന്നു. പുലിക്കുന്ന് ടോപ്പ് വെട്ടുതറയിൽ ദിനേശൻ്റെ വീടാണ് പൂർണ്ണമായി തകർന്നത്. പുരയിടത്തിൽ നിന്നിരുന്ന പുളിമരം കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. സംഭവ സമയത്ത് ദിനേശൻ്റെ മകൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയായപ്പോൾ ഭയങ്കര കാറ്റ് ഈ കിടന്നതിന്റെ വീടിന് മണ്ടോട്ട് പോയിട്ട് ഷീറ്റും ഭിത്തിയെല്ലാം തകർന്നു. കൊച്ചുണ്ടായിരുന്നു. കൊച്ചു ആ സമയത്ത് ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് മാറിയതുകൊണ്ട് മറ്റു കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുലിക്കുന്ന് ടോപ്പ് ഓലിക്കൽ പ്രഭാകരന്റെ വീടിന് മുകളിലേക്കും മരം വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. മേഖലയിൽ കാറ്റിൽ വ്യാപകമായ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 5 മണിയോടുകൂടി ഈ പ്രദേശത്ത് വീശിയടിച്ച കാറ്റിലും മഴയിലും ഇവിടെ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പം തന്നെ ദിനേശൻ എന്നയാളുടെ വീടിന്റെ പുറത്തേക്ക് വെട്ടത്ത് തറ ദിനേശന്റെ വീടിന്റെ മണ്ടിലേക്ക് മരം വീഴുകയും ആ വീട് പൂർണ്ണമായും നശിച്ചൊരു അവസ്ഥയിലേക്കാണ്. ഇതുപോലെ തന്നെ ഒലിക്ക പ്രഭാകരൻ, അങ്ങനെ 4-5 വീടുകൾക്ക് പേരുമായ അവസ്ഥയിലാണ് ഈ കാറ്റ് വീശി അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട അധികാരികളുടെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുവാനുള്ള സംവിധാനം ചെയ്യണം. നമ്മൾ ഇവിടെ ഇപ്പോൾ വെട്ടിമാറ്റാനുള്ള സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ വാർഡ് കമ്മിറ്റി എല്ലാവരും കൊണ്ട് ബന്ധപ്പെട്ട് ഇവിടെ വ്യാപകമായി ഇന്നലെ തന്നെ കുറെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ കരണ്ട് പോയിരിക്കുകയാണ്, അത് പുനഃസ്ഥാപിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഇതിന് ദുരിതാശ്വാസത്തിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇവർക്ക് കണ്ടുകിട്ടുവാനുള്ള സംവിധാനം ചെയ്യുന്നു. മുണ്ടക്കയം പഞ്ചായത്തിലെ ചെളിക്കുഴി, വണ്ടമ്പതാൽ മേഖലകളിൽ റബ്ബർ ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ കടപുഴകി വീണു. ഗ്രാമീണ റോഡുകളിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് പലയിടങ്ങളിലും ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് അധികൃതർ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.